6 B-2 ബോംബർ വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലുള്ള US ബ്രിട്ടീഷ് സൈനിക താവളത്തിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ ഏറ്റവും ഭാരമേറിയ ബോംബുകളും ആണവായുധങ്ങളും വഹിക്കാൻ സജ്ജമായ B-2 വിമാനങ്ങളെ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. മിക്കവാറും സൗദിയിൽ തന്നെ ആയിരിക്കാനാണ് അത് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാവും ട്രംപിന്റെ ആദ്യത്തെ വിദേശയാത്ര സൗദിയിലേക്കാണെന്ന് ഈയിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ അവർക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സ്ഥലം തേടിയുള്ള ഒരു യാത്രയായിരിക്കും. ഇറാൻ അല്ലെങ്കിൽ അവരുടെ പ്രോക്സി സംഘടനകൾ മേഖലയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും താൽപര്യങ്ങളെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതിനാൽ ഒരു നിർണായക നടപടിക്കാണ് അമേരിക്ക ഒരുങ്ങുന്നതെന്നാണ് പെന്റഗൺ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ 60,000-ത്തിലധികം സൈന്യത്തെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹാരി എസ് ട്രൂമാൻ, കാൾ വിൻസൺ എന്നീ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും ഈ ചെങ്കടലിലെത്തിയിട്ടുണ്ട്. എന്നാൽ കാലഹരണപ്പെട്ട അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെയും ആയുധങ്ങളുടെയും കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവരാണ് ഏറെയും.